ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എന്നാൽ അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഇതൊരു വയസ്സ് സംബന്ധമായ ചോദ്യമായതുകൊണ്ട് തന്നെ ചെറിയ വ്യക്തിയുടെ പ്രായത്തെ എക്സ് എന്നെടുക്കുന്നതാണ് എളുപ്പം. ഇവിടെ നമുക്ക് ചെറുതാരാണ്? അപ്പുവാണ്. സോ അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം നമുക്ക് എന്താക്കിയെടുക്കാം? എക്സ് ആക്കിയെടുക്കാം. ഇനി അപ്പുവിന്റെ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് എന്താണ്? അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. സോ അപ്പുവിന്റെ അമ്മയുടെ പ്രായം 9x ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി 9 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രായം, 9 വർഷത്തിന് ശേഷം അപ്പുവിന്റെ പ്രായം നമുക്ക് x+9 എന്നും അമ്മയുടെ പ്രായം 9x+9 എന്നും കണക്കാക്കാം. സോ 9 വർഷത്തിന് ശേഷം അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരിക്കും എന്ന് ചോദ്യപ്രകാരം നമുക്ക് അറിയുന്നതാണ്. ഈ ഒരു ക്ലൂ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ പോലെ ക്രിയേറ്റ് ചെയ്യാം. 9x+9 അമ്മയുടെ 9 വർഷത്തിന് ശേഷമുള്ള പ്രായം ഈക്വൽ ടു 3 × x+9. 3 × x+9 എന്ന് പറയുന്നത് അപ്പുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങ്. അതിനെയാണ് 3 × x+9 എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് എക്സിന്റെ വാല്യൂ ഇവിടെ കിട്ടും. എക്സിന്റെ വാല്യൂ എന്താണ്? എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ x+9 എന്ന് പറയുന്ന ബ്രാക്കറ്റ് അവിടെ ഓപ്പൺ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ 3 നമ്മൾ എക്സിനെയും 9നെയും കൊണ്ട് മൾട്ടിപ്ലൈ അഥവാ ഗുണിക്കണം. 3 × x എന്ന് പറയുന്നത് 3x ഉം 9 × 3 27 ആണ്. സോ 9x+9 = 3x+27 എന്ന് നമുക്ക് ഈ ഇക്വേഷൻ മാറും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 3xനെ ഇടതുവശത്തേക്കും 9നെ വലതുവശത്തേക്കും മാറ്റണം. സോ 9x - 3x എന്ന് പറയുന്നത് 6x ഉം 27 - 9 എന്ന് പറയുന്നത് 18 ആവും. ഇത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടുക? 6x = 18 എന്നുള്ളൊരു ഇക്വേഷൻ വരെ നമ്മൾ കിട്ടും. ഇനി എക്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 18 / 6, 18 ഹരിക്കണം 6 ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ 3 ആയിട്ട് കിട്ടും. ഈ 3 എന്ന് പറയുന്നതാണ് എന്ത്? അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഒരു സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം വശത്തിന്റെ നീളത്തിന്റെ എത്ര മടങ്ങാണ്? ഈ രണ്ടാമത്തെ ചോദ്യം എന്താ നമുക്ക് ചോദിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സമചതുരത്തിന്റെ വികരണം, സമചതുരം എന്ന് പറയുന്നത് സ്ക്വയറിന്റെ വികരണം എന്ന് പറഞ്ഞാൽ ഡയഗണലിന്റെ നീളം എന്ന് പറയുന്നത് വശത്തിന്റെ നീളത്തിന്റെ എത്ര മടങ്ങാണ്? വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡാണ്. സ്ക്വയറിന്റെ എല്ലാ സൈഡിന്റെ നീളം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് മൈൻഡിൽ ആദ്യം തന്നെ വെക്കാം. ഇനി നമുക്ക് ഈ ആൻസർ എങ്ങനെ സോൾവ് ചെയ്യേണ്ടത് നോക്കാം. സോ നമുക്ക് സമചതുരം സ്ക്വയറിന്റെ വശത്തിന്റെ നീളം, അതായത് സൈഡിന്റെ ലെങ്ത് നമുക്ക് എന്തായിട്ട് എടുക്കാം? എ എന്ന് നമുക്ക് എടുക്കാം. ഇനി സമചതുരത്തിന്റെ വികരണം, അതായത് ഡയഗണൽ, അതിനെ 2 ഡയഗണൽ, അതായത് നടുവിലൂടെ നമ്മൾ ഒരു ലൈൻ വെച്ച് സ്ക്വയറിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടുന്നത്. സോ 2 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈതഗോറസ് തിയറം അഥവാ പൈതഗോറസ് സിദ്ധാന്തം. ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുക. സോ ഏതൊരു ട്രയാങ്കിളിനെ കുറിച്ച് അഥവാ ത്രികോണങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോഴും ഈ ഒരു തിയറം മൈൻഡിൽ വെക്കേണ്ടതാണ്. പൈതഗോറസ് തിയറം എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡയഗണൽ സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പട്ന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, താഴെയുള്ള ഭാഗമാണ് ബേസ് എന്ന് പറയുന്നത്, സൈഡിലുള്ള ഭാഗമാണ് പെർപെൻഡിക്കുലർ അഥവാ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ രണ്ടിനെ ജോയിൻ ചെയ്യുന്ന സ്ലാൻഡിങ് ആയിട്ടുള്ള ആ ലൈന്, അതായത് ചെരിഞ്ഞിട്ടുള്ള ലൈനിനെയാണ് നമ്മൾ ഹൈപ്പട്ന്യൂസ് അഥവാ ഡയഗണൽ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ നമുക്ക് 2 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സൈഡിന് എന്താണ്? എ ആയിട്ട് കണക്കാക്കി. സോ ഇവിടെ ബേസും പെർപെൻഡിക്കുലറും നമുക്ക് എന്താണ്? എ തന്നെയാണ്. ഇനി ആ ഇക്വേഷനിലേക്ക് ആ എന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡയഗണൽ സ്ക്വയർ നമുക്ക് തൽക്കാലം d² ആക്കി എടുക്കാം. സോ d² = ബേസ് എ ആണെന്നറിയാലോ, പെർപെൻഡിക്കുലർ അഥവാ അതിന്റെ ഹൈറ്റും നമ്മൾ എ ആക്കി തന്നെയാണ് എടുത്തിട്ടുള്ളത്. സോ a² + a² എന്ന് വരും. ഇനി d² = a² + a² എന്താണ്? 2a² ആണ്. സോ d² = 2a². ഇനി നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് കാണാം. 2 സൈഡിലും നമ്മൾ സ്ക്വയർ റൂട്ട് കൊടുക്കുക. അഥവാ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ d² ആ സ്ക്വയർ നമ്മൾ വലതുവശത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും? d = √2a² എന്ന് വരും. ഇനി a²
റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എ തന്നെയാണ്. സോ ആ റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതിന് √2 നമുക്കൊരു വാല്യൂ ഇല്ല. സോ ഡി ഈസ് ഈക്വൽ ടു a√2. ഇതാണ് അതിന്റെ ഉത്തരം വരുന്നത്. സോ വികരണത്തിന്റെ നീളം വശത്തിന്റെ നീളത്തിന്റെ √2 മടങ്ങാണ്. ശരിയായ ഓപ്ഷൻ പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യം പോലെ തന്നെ കുറച്ചൊരു സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ABCD എന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? ഇതിൽ നമുക്ക് ഒരു സൈഡിന്റെ എത്രയാണ് അതിന്റെ നീളം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ചോദ്യം കാണുമ്പോൾ വലുതാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ആകെ അത്യാവശ്യമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈതഗോറസ് തിയറം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് സമചതുരം കാണാൻ പറ്റും. രണ്ട് സമചതുരം അഥവാ സ്ക്വയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വലുതും ഉണ്ട്, ഒരു ചെറുതും ഉണ്ട്. സോ വലിയ സ്ക്വയറിന്റെ ഒരു സൈഡാണ് നമ്മുടെ ചെറിയ സ്ക്വയറിനെ നടുവിലൂടെ കട്ട് ചെയ്യുന്നത്, അഥവാ അതിന്റെ ഡയഗണൽ. സോ ചെറിയ സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് വലിയ സ്ക്വയറിന്റെ ഒരു സൈഡാണ്. സോ നമുക്ക് ഹൈപ്പർന്യൂസ് അഥവാ ഈ നടുവിലൂടെ ഇത് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് നമുക്ക് ചെറിയ സ്ക്വയറിനെ കിട്ടുന്നത്. സോ ഇതിന്റെ ഡയഗണൽ അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ABCD അഥവാ വലിയ സ്ക്വയറിന്റെ സൈഡ് അറിയാൻ പറ്റും. സോ സ്ക്വയറിന് ഒരു പ്രത്യേകത ഉണ്ട്. സ്ക്വയറിന്റെ എല്ലാ സൈഡും എന്തായിരിക്കും? സെയിം നീളമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് കണ്ടുപിടിച്ചാൽ തന്നെ എല്ലാ സൈഡിന്റെ നീളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ നിങ്ങൾ ഈ ആൻസറിൽ നോക്കി, നമുക്ക് താഴെയുള്ളത് മാത്രം എടുക്കാം. ചെറിയ സ്ക്വയറിന്റെ താഴത്തെ ഭാഗം മാത്രം എടുക്കാം. അതായത് നടുവിലൂടെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഇല്ലേ താഴെയുള്ളത്, അത് നമുക്ക് നോക്കാം. ഒരു സൈഡ് അഥവാ അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിന്റെ ബേസും എന്താണ്? 2 സെന്റിമീറ്റർ ആണ്. താഴെയുള്ളത് ഒരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അതിന്റെ രണ്ട് സൈഡും എന്തായിരിക്കും? സെയിം നീളമായിരിക്കും. സോ ഹൈറ്റും 2 സെന്റിമീറ്റർ ആണ്, ബേസും 2 സെന്റിമീറ്റർ ആണ്. പൈതഗോറസ് തിയറം പ്രകാരം എന്താണ്? ഡയഗണൽ സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പർന്യൂസ് എന്ന് പറയുന്നത്, സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ്. സോ ഇവിടെ ഹൈപ്പർന്യൂസ് പറയുന്നത് AB ആണ്. സോ നമുക്ക് അതിനെ എന്താക്കാം? AB സ്ക്വയർ എന്ന് എടുക്കാം. AB സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് എത്ര ഇവിടെ? 2 സെന്റിമീറ്റർ, ഹൈറ്റോ 2 സെന്റിമീറ്റർ. സോ AB സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. സോ 4 പ്ലസ് 4. സോ AB സ്ക്വയർ ഈസ് ഈക്വൽ ടു 8. AB ഈസ് ഈക്വൽ ടു, ഇനി AB സ്ക്വയർ അല്ലേ, ഈ സ്ക്വയറിനെ നമുക്ക് വലതുവശത്തേക്ക് എടുക്കാം. സോ AB ഈസ് ഈക്വൽ ടു √8. നമുക്ക് ഈ 8ന് എന്താണ്? നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും അല്ലെ. 8 എന്ന് പറയുന്നത് എന്താണ്? 4 × 2 ആണ്. സോ ഈ 4 എന്ന് പറയുന്നത് √4 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലെ. സോ 2 നമുക്ക് പുറത്തെടുക്കാം. സോ AB ഈസ് ഈക്വൽ ടു 2√2. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഇപ്പോൾ എന്താണ്? AB എന്ന് പറയുന്ന സൈഡിന്റെ നീളം കിട്ടി. എത്രയാണ്? 2√2 സെന്റിമീറ്റർ. സോ ആ ABCD എന്ന് പറയുന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 2√2 ആയിരിക്കും.